അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അബ്ദുൾ റഷീദ് കുറ്റിപ്പുറം. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഈ പട്ടാമ്പിയിൽ വെച്ചിട്ട് ഇപ്പോൾ ഒരു ആദർശ വിസ്റ്റം നടത്തിയല്ലോ. ഞാൻ പെട്ടെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു, എപ്പോഴും അങ്ങനെ കണ്ട്. അപ്പോൾ താജുദ്ദീൻ സലായി, അതുപോലെ തന്നെ മാലിക് സലഫി, മൂസ സലൈക്കാര, റബ്ബേ എന്തൊരു പൊള്ളാണ് ഈ വിറ്റങ്ങൾ പറയുന്നത്. ഇങ്ങനെ പൊള്ളറിനെന്തിനാണ് ഈ പണ്ഡിതന്മാർ? അറിയാതെ പറയണേ നമുക്ക് സഹിക്കാതെ, അറിയാതെ പറയുന്നതാണ്. ഒരു താടിയും തൊപ്പിയൊക്കെ വെച്ചിട്ട്, ഈ തൊപ്പിയില്ലാന്ന് തോന്നുന്നുണ്ടല്ലേ, താടിയൊക്കെ വെച്ചിട്ട് സെൽഫിയോളാന്ന് പറയും. എന്ത് പൊള്ളാണ് റബ്ബേ! ഇങ്ങനെ ഒരു പൊള്ളു പറയാൻ പറ്റും? അനസിൻ്റെ പേരിൽ പൊള്ളു, കായക്കൊടിയുടെ പേരിൽ പൊള്ളു, അബ്ദുറഹ്മാൻ സെൽഫിയുടെ പേരിൽ പൊള്ളു, മുഴുവൻ മുജാഹിദ്. എന്തൊരു പൊള്ളു! എന്തിനാ ഇവരിങ്ങനെ പൊള്ളു അറിയുന്നത്? എത്ര കാലം ഈ പൊള്ളു പറഞ്ഞിട്ട് ഈ പാവങ്ങളെ സഹിക്കാൻ പറ്റും? നിങ്ങൾ നിന്ന് കേൾക്കിട്ട പൊള്ളു ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം. ഉദ്ദേശിക്കുന്നത് എന്റെ ശബ്ദം കേൾക്കുന്ന മരക്കുണ്ടെങ്കിൽ മരക്ക് കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത് എങ്കിൽ അത് ശിർക്കല്ല, അബോധികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല എന്ന തെറ്റതില് ഒരു തെറ്റില്ല. ആ വാചകത്തിൽ അതിൽ നിന്ന് എവിടുന്നാ കിട്ടിയത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ എവിടുന്നാ കിട്ടിയത്? എവിടുന്നും കിട്ടിയിട്ടില്ല. കണ്ടങ്ങളെ, ഇതാണ് ഒരു ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇത് ഏതാ സംഭവം എന്നറിയോ? എത്രയോ വർഷങ്ങൾ മുമ്പ് പ്രസംഗിച്ചു. ഇതെന്തിനു പറഞ്ഞതാ? ഇതെന്താ പറഞ്ഞ കാര്യം? ഇസ്ലാമിൽ എഴുതിയ ലേഖനവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ മർക്കസ് വിഭാഗം എന്ന് പറയുന്ന ആളുകൾ നമ്മൾ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണെന്ന് പറഞ്ഞപ്പോൾ അതിലെവിടെയാണ് പ്രാർത്ഥിക്കുന്നത്? ഇതിലെന്താ ഉള്ളത്? നിങ്ങൾ മുമ്പ് എഴുതിയതാണ്, ചെറിയ മുണ്ട് എഴുതിയതാണ്, ഷബാബ് എഴുതിയതാണ്, ഇത് മുമ്പ് പറഞ്ഞതാണ്. ഇതിലെന്താ ഉള്ളത്? നിങ്ങൾ പറയുന്ന പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അതിൽ ഒരു വാചകം എവിടെയില്ല. അത് യാ ഇബാദത്തുള്ളയുടെ വിശദീകരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്നൊക്കെ കൊടുത്ത മറുപടിയാ. അത്രയേ ഉള്ളൂ, സംസ്ഥക്കാർ കൊടുത്ത മറുപടിയാണെന്ന് പറഞ്ഞു. ഇതിനല്ലേ അത് അദ്ദേഹത്തിനും അറിയാതാണെന്ന്. എന്നിട്ട് അദ്ദേഹം പറയാണ് ഇതൊക്കെ നമ്മൾ പറഞ്ഞില്ല, പിന്നെ ഇവിടുന്ന് ടിസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഇതെന്താണ് ഇതിൻ്റെ സംഭവം എന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ കായക്കൊടിനെ പറ്റിയും പറയുന്നുണ്ട്. കായക്കൊടിനെ പറ്റി പറഞ്ഞു, ഒരാൾ KJയുടെ സെക്രട്ടറിയായി ഇന്ന് സ്ഥാനത്തിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വം അദ്ദേഹം പറഞ്ഞ എന്താ അറിയോ? മുജാഹിദുകൾ ജിന്നുകളോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് തെളിയിക്കാനാണല്ലോ ഈ പറയുന്ന ആളുകളൊക്കെ ണ്ടെങ്കിൽ നാളെ അതിന്റെ ഫോട്ടോസ് എടുത്ത് ഈ നന്ദി അങ്ങാടിയിൽ നിങ്ങൾ ഒട്ടിച്ചാൽ അന്നവിടെ പോലീസുകാരുണ്ട്. ഈ പോലീസ് ഉദ്യോഗസ്ഥരെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, നാളെ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം നന്ദി പള്ളി പൂട്ടി താക്കോല് ഞാൻ ദാറുസ്സലാം അറബിക് കോളേജിൽ കൊണ്ടുവന്നേരും. ഇതെന്താ സംഭവം എന്നറിയോ? ഇങ്ങോട്ട് ഇതങ്ങനെ ഇട്ടിട്ട് ഞാൻ ഈ പാവപ്പെട്ട ജനങ്ങളെ എന്തിപ്പോൾ വെള്ളി കൂട്ടിയോ, താക്കോൽ കൊടുത്തോ, ഇറ്റങ്ങൾക്ക് പഠിച്ചവനെ ഇങ്ങനത്തെ കുറേ വിസ്റ്റത്തിൻ്റെ അനുയായികൾ ഈ മുജാഹിദൊന്ന് പോയിട്ടില്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു? കാരണം ഇവർക്ക് എന്താണ് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞത് എന്താണെന്നറിയില്ല. ഈ പണ്ഡിതന്മാർ പറഞ്ഞ് സത്യമാണെന്ന് വിചാരിച്ച് ഈ വിസ്റ്റത്തിൻ്റെ പണ്ഡിതന്മാർ അന്ധമായി ഇവർ വിശ്വസിക്കുകയാണ്, APക്കാർ വിശ്വസിക്കുന്ന പോലെ. സത്യത്തിൽ ഇതെന്താ വിഷയം? ഇപ്പം ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് എവിടുന്നാണ് ടിസ്റ്റ് നടന്നതെന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. അതും കൂടി ഒന്ന് കേട്ടോളൂ. എവിടുന്നാണ് ഈ ടിസ്റ്റ് ഉണ്ടായതെന്ന് അതും കൂടി ഒന്ന് കേൾക്കണം. ഇത് പെട്ടെന്ന് എങ്ങനെയാണ് ടിസ്റ്റ് ഉണ്ടായതെന്ന് ഞങ്ങൾ ചോദിച്ചേ. ഇത് സ്ഥാപിക്കാൻ ക്ലിപ്പാറുണ്ടത് നിങ്ങളാണ്. ക്ലിപ്പ് പെട്ടെന്ന് ഇവിടുന്ന് ടിസ്റ്റ് ഉണ്ടായിന്ന് ഇതുവരെ പറഞ്ഞ് മാറിയത് അത് എത്ര പ്രാവശ്യം പറഞ്ഞു കൊടുത്തു. ഇത് മാറാനുണ്ടായ കാരണം എന്താണ് ആ ടിസ്റ്റ് എവിടെ നിന്നുണ്ടായെന്നും കൂടി കേട്ടോളൂ കേട്ടോ. അപ്പോൾ പിന്നെ എന്ന ഹദീസ്, ആ ഹദീസിനെ കുറിച്ച് അങ്ങനെ എന്നൊരു ഹദീസ് അനുസരിച്ച് നിങ്ങൾ എന്തിനാ അങ്ങനെ പറയുന്നു എന്ന് ചില ആരോപണങ്ങൾ ചിലർ ചോദിക്കുന്നുണ്ട്. ഗുണകാംക്ഷകൾ ചോദിക്കുന്നത് ദുർബല ഹദീസല്ലേ, ആ ഹദീസിന് നിങ്ങൾ എന്തിനാ അത്ര കൂടുന്നത്? ഞാൻ അങ്ങനെ ഒരു ഹദീസ് ഉച്ചരിച്ചുകൊണ്ട് പറഞ്ഞിട്ടേ ഇല്ല. ഇസ്ലാഹിൽ ഞാൻ എഴുതിയ ആ വിഷയമല്ലോ, ആ ലേഖനം, ഈ ചർച്ചയാക്കിയ വിഷയം ലേഖനം, ആ ലേഖനത്തിന് ഇങ്ങനെ ഒരു ഹദീസിനെ കുറിച്ച് മുൻകൂട്ടിയിട്ടില്ല. പിന്നെ കണ്ടങ്ങളെ, ഇവിടുന്നാണ് ടെസ്റ്റ് ഉണ്ടായത്. ഇതാണ് ടെസ്റ്റിന് കാരണം. എന്താ കാരണം? നമ്മളതുവരെ ന്യായീകരിച്ചത് എന്തിനാ? യാ ഇബാദത്തുള്ളയുടെ വിശദീകരണമായി ഇക്കണ്ട കാലം നമ്മൾ കൊടുത്തിട്ടുള്ള മറുപടി, അവർ കൊടുത്ത, ഷബാബ് കൊടുത്ത, ചെറിയമുണ്ടം കൊടുത്ത്, എല്ലാവരും കൊടുത്ത ഉമർ മൗലവി, അതുപോലെ പാലത്ത് നമ്മൾ മണ്ണാർക്കാടും ഷാരിയൊക്കെ കൊടുത്ത മറുപടി അതന്നെയാണ് ഇതാന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ അള്ളാഹിൻ്റെ പരീക്ഷണം, നമ്മുടെ ജബ്ബാർ മൗലവി പോയി, അദ്ദേഹത്തെ പിശാചിൻ്റെ വസ്വാസിൽപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു ഇതല്ല വിഷയം, ഇത് നമ്മൾ ഇതുവരെ പറഞ്ഞ വിഷയമല്ല, ഇത് കായക്കൊടിയും അബ്ദുറഹ്മാൻ സലഫിയും അനസൊക്കെ ന്യായീകരിച്ച് മർക്കസ് ദഅവക്കാർക്ക് കൊടുത്ത വിഷയമല്ല, യാ ഇബാദത്തല്ല. ഇത് നമ്മൾ ജിന്നിനോട് തേടിയാൽ, ജിന്നുകളെ വിളിച്ച് സഹായം തേടിയാൽ അതിൽ എവിടെയാണ് എപ്പോഴാണ് പ്രാർത്ഥന ആകുന്നത്, പ്രാർത്ഥന ആകാത്തത് എന്ന് വിശദീകരിക്കുന്നതാണ്. അപ്പം എന്തായി? പ്രാർത്ഥനാകാത്ത, ശിർക്കാകാത്ത ഒരു സഹായത്തേട്ടം നമുക്ക് ജിന്നി പിശാചുക്കളോടുണ്ട് എന്ന് വന്നു സ്ഥാപിച്ചു അദ്ദേഹം. പച്ച ശിർക്ക്. ജിന്നി പിശാചുക്കളോട് നമ്മൾ സഹായം തേടിയാൽ, ഇസ്തിഗാസ നടത്തിയാൽ അതിൽ പ്രാർത്ഥനാകാത്ത, ശിർക്കാകാത്ത ഒരു സഹായത്തേട്ടം നമുക്കുണ്ടെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ്. പോയി മൗലവിയുടെ അടുത്ത് തിരുത്തണം, മൗലവി ഇത് തെറ്റാണ്, ശിർക്കാണ്.
മൗലവി തിരുത്തിയില്ല. അത് അവിടെയാണ് ട്വിസ്റ്റ് വന്നത്. ഇത് സാധാരണക്കാർക്ക് അറിയില്ലല്ലോ. ഈ ആളുകളൊക്കെ എടുത്തിട്ട് ഇതിങ്ങനെ പോസ്റ്റ് ചെയ്യാണ്. അനസിനെ ചീത്ത പറയുന്നു, കായക്കൊടി ചീത്ത പറയുന്നു, അദ്രമാൻ സൽഫിയെ ചീത്ത പറയുന്നു, TP യെ ചീത്ത പറയുന്നു, മുഴുവൻ KNMകാരെയും ചീത്ത പറയുന്നു. അണികൾ പാവ അറിയാതെ അവരുടെ കൂടെ ഇത് കരപ്പുറത്ത് പറയുന്നത് വലിയ വലിയ പണ്ഡിത സലഫിയോളല്ലേ, വലിയ വലിയ പണ്ഡിതന്മാർ സലഫിയത്ത് പ്രസംഗിക്കുന്നവരല്ലേ. പച്ചപ്പൊള്ളാണ് ഇവരൊക്കെ പറഞ്ഞു പരത്തിയത്. ട്വിസ്റ്റ് ഉണ്ടാവാൻ കാരണം ഇതാണ്. ഇതൊരു സ്വതന്ത്ര വിശ്വാസമായി ഇവിടെ പ്രഖ്യാപിച്ചപ്പോഴാണ് ട്വിസ്റ്റ് വന്നത്. അല്ലാതെ നമ്മൾ ഇക്കണ്ട കാലം സമസ്തക്കാർക്ക് കൊടുത്ത മറുപടി യാ ഇബാദത്തുമായി ബന്ധപ്പെട്ട വിഷയമാണെന്ന് വിചാരിച്ചു. അതിലെവിടെയും പ്രാർത്ഥന എന്നില്ല, പ്രാർത്ഥിക്കാമെന്നില്ല. അത് അവരൊക്കെ കൊടുത്തു തന്നെയാണെന്ന് നമ്മൾ മർക്കസുകാർക്ക് പറഞ്ഞു കൊടുത്തു, ദേവക്കാർക്ക്. പക്ഷേ മൗലവി പറ്റിച്ചു നമ്മളെ. അള്ളാഹിൻ്റെ ഒരു പരീക്ഷണം. മൗലവി പറഞ്ഞു ഞാൻ അതല്ല യാ ഇബാദത്ത് ഉദ്ദേശിച്ചിട്ടില്ല. ഇത് മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യബോധ്യമായ ജിന്നുകളോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനയിൽ ശിർക്കാകാത്ത പ്രാർത്ഥനാകാത്ത തേട്ടമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പറഞ്ഞു ഇല്ല, KNM പറഞ്ഞു ഇല്ല, അനസ് പറഞ്ഞു, കായക്കടി പറഞ്ഞു, സലഫി പറഞ്ഞു, മുഴുവൻ മുജാഹിദ് പണ്ഡിതരും പ്രവർത്തകരും പറഞ്ഞു. നമുക്ക് മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യബോധ്യമായ ജിന്നുകളോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനയിൽ പ്രാർത്ഥനാകാത്ത ശിർക്കാകാത്ത ഒരു സഹായത്തോട്ടവും നമുക്കില്ല. അത് ശിർക്കാണ്. കാരണം എന്താ? നമ്മൾ ജിന്നുകളോട് തേടിയാൽ അതിൻ്റെ പിന്നിലൊരു വിശ്വാസമുണ്ടാകും. എന്താണ്? നമ്മുടെ വിളി കേട്ട് ഉത്തരം നൽകുക. അതല്ലാതെ തേടാൻ പറ്റൂല. തേടുന്നതല്ല വിഷയം. അങ്ങനെ വിശ്വസിച്ചാലും ശരി. അങ്ങനെ ഒരാൾ തേടി, നമ്മൾ തേടുന്നില്ലെങ്കിലും തേടിയാൽ ശിർക്കാകാത്തവർ ഇരണ്ടെന്ന് വിശ്വസിക്കുന്നില്ലേ? അത് ശിർക്കാണ്. തേടേണ്ട ആവശ്യമൊന്നുമില്ല. ശിർക്കായ ഒരു കാര്യം ശിർക്കൽ എന്നുള്ള വിശ്വാസവും ശിർക്കിൻ്റെ ഹുക്കുമ് പറയും. അതുകൊണ്ട് നിങ്ങൾ ജിന്നുകളോട് പ്രാർത്ഥിക്കുന്നവരാണെന്ന് തന്നെ നിങ്ങളെപ്പറ്റി വിധി പറയാം. കാരണം എന്താ? ശിർക്കാകാത്ത കാര്യം ശിർക്കാണെന്ന് വിശ്വസിച്ചാലും ശിർക്കാണ്. വിഗ്രഹങ്ങളെ വിളിച്ച്, ഗുരുവായൂരപ്പനെ വിളിച്ച്, ശബരിമലയപ്പനെ വിളിച്ച്, മഹ്മൂദി ഷെയ്ഖിനെ വിളിച്ച്, മമ്പർത്തപ്പാപ്പനെ വിളിച്ച് തേടുന്നില്ലെങ്കിലും തേടിയാൽ ശിർക്കൽ എന്ന് വിശ്വസിച്ചാലും ശിർക്കിൻ്റെ ഹുക്കുമ് പറയും. തേടുന്നവൻ്റെ വിധിയാ. ഇതൊക്കെ സിറാജ് ബാലുശ്ശേരിങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ? അപ്പൊ നിങ്ങൾ മജബാർ മൗലവി ഇവിടെ പറഞ്ഞെന്തോ ഒരു തേട്ടം ശിർക്കാകുന്നത് ഇങ്ങനെയാണ്. ശിർക്കാകാത്ത തേട്ടം ജിന്ന് പിശാചുക്കളോട് നമുക്കുണ്ട്, പ്രാർത്ഥന ആകാത്തതുണ്ട്. അതുകൊണ്ട് എല്ലാം ശിർക്കാണെന്ന് പറയാൻ പറ്റില്ല. അത് വസീലത്ത് ശിർക്കുണ്ട്, ശിർക്കാകാത്തതുണ്ട്. അവിടെയാണ് നമ്മൾ